ഹാർഡ്ഹോമിലെ തീരത്ത് മരവിപ്പിക്കുന്ന തണുപ്പുള്ള കാറ്റ് വീശിയടിച്ചു. കടൽത്തീരത്തെ മഞ്ഞുവീണ പാറകളിൽ തിരമാലകൾ ആഞ്ഞടിച്ചു. ക്രോസും വൈൽഡ്ലിങ്സും നിറഞ്ഞ കപ്പലുകൾ ആ തീരത്തടുത്തു. വല്ലാത്തൊരു ഭയാനകമായ നിശബ്ദത അവിടെയുണ്ടായിരുന്നു. ജോണും ടോർമണ്ടും ഒന്നിച്ചാണ് പുറത്തിറങ്ങിയത്. അവരുടെ അരപ്പട്ടയിലുള്ള വാളുകൾ ആ അന്തരീക്ഷത്തിൽ ഒരു യുദ്ധത്തിന്റെ സൂചന നൽകി. നിങ്ങൾക്കെന്നെ വിശ്വാസമുണ്ടോ, ജോൺ സ്നോ? ടോർമണ്ട് ചോദിച്ചു. അവർ ഹാർഡ്ഹോമിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും കാണാൻ നടന്നു. ലോർഡ് ഓഫ് ബോൺസ് ആയിരുന്നു അവരെ നയിച്ചിരുന്നത്. എല്ലുകൾ കൊണ്ടുള്ള അവന്റെ വസ്ത്രം വല്ലാത്തൊരു ഭയം ജനിപ്പിക്കുന്നതായിരുന്നു. ലോർഡ് ഓഫ് ബോൺസ്, ഒരുപാട് കാലമായില്ലേ? ടോർമണ്ട് പറഞ്ഞു. അവസാനമായി ഞാൻ നിന്നെ കണ്ടപ്പോൾ ആ ചെറിയ ക്രോ നിന്റെ തടവുകാരനായിരുന്നു. ഇപ്പോൾ എല്ലാം തലകീഴായിരിക്കുന്നു. എന്ത് സംഭവിച്ചു? അവൻ പരിഹസിച്ചു ചോദിച്ചു. യുദ്ധം, ടോർമണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു. വടക്ക് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈന്യത്തെ തെക്കുനിന്നുള്ള ഒരു രാജാവ് വെട്ടിമുറിച്ചു. ലോർഡ് ഓഫ് ബോൺസ് പുച്ഛത്തോടെ പറഞ്ഞു. നമുക്ക് മുതിർന്നവരെ വിളിച്ച് സംസാരിക്കാൻ ശാന്തമായ ഒരിടം കണ്ടെത്തണം, ടോർമണ്ട് പറഞ്ഞു. ഇവിടെ നീയല്ല ഉത്തരവുകൾ നൽകുന്നത്, ലോർഡ് ഓഫ് ബോൺസ് ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ ഉത്തരവ് നൽകുകയല്ല, ടോർമണ്ട് വ്യക്തമാക്കി. നീ എന്തുകൊണ്ടാണ് ചങ്ങലയിലല്ലാത്തത്? അവൻ ചോദിച്ചു. ഇവനെന്റെ തടവുകാരനല്ല, ജോൺ മുന്നോട്ട് വന്നു പറഞ്ഞു. പിന്നെ ഇവനാരാണ്? അവൻ ചോദിച്ചു. ഞങ്ങൾ സഖ്യകക്ഷികളാണ്, ജോൺ പറഞ്ഞു. അതുകേട്ടയുടനെ ഹാർഡ്ഹോമിലെ വൈൽഡ്ലിങ്സ് ഉറക്കെ പരാതി പറയാൻ തുടങ്ങി. ആൾക്കൂട്ടത്തിൽ വലിയ ബഹളമുണ്ടായി. ചതിയ, നീ ഇപ്പോൾ ക്രോസിനു വേണ്ടിയാണോ പോരടിക്കുന്നത്? ലോർഡ് ഓഫ് ബോൺസ് അലറി. ഞാൻ ക്രോസിനു വേണ്ടി പോരടിക്കാറില്ല, ടോർമണ്ട് ശാന്തമായി പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് യുദ്ധം ചെയ്യാനല്ല, ഞങ്ങൾക്ക് സംസാരിക്കണം, ജോൺ എല്ലാവരോടുമായി പറഞ്ഞു. അങ്ങനെയാണോ? നീയും ഈ സുന്ദരനായ ക്രോയും ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ, ടോർമണ്ട്. സംസാരിച്ചു തീരുമ്പോൾ നീ മുട്ടുകുത്തിയവന്റെ വാചകം മുഴുവനാക്കുന്നതിനു മുൻപ് തന്നെ ടോർമണ്ട് അവന്റെ കയ്യിൽ നിന്നും ആ വടി പിടിച്ചു വാങ്ങി. ആഞ്ഞടിച്ച് അവനെ അവിടെ വെച്ച് തന്നെ തല്ലിക്കൊന്നു. നിലത്തുവീണ അവന്റെ തല തകർന്ന് രക്തം മഞ്ഞിൽ പടർന്നു. മുതിർന്നവരെ വിളിച്ചുകൂട്ടുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, ചുറ്റുമുള്ളവരെ നോക്കി ടോമുണ്ട് കൽപ്പിച്ചു. ആ തണുത്തുറഞ്ഞ ക്യാബിനുള്ളിൽ ജോണിനു ചുറ്റും കാർസി എന്ന വൈൽഡ്ലിംഗ് തലവിയും ലൊബോഡ എന്ന ദെന്നും മറ്റു മുതിർന്നവരും നിന്നിരുന്നു. എല്ലാവരുടെയും മുഖത്ത് സംശയവും ദേഷ്യവും പ്രകടമായിരുന്നു. എന്റെ പേര് ജോൺ സ്നോ. ഞാൻ നൈറ്റ്സ് വാച്ചിന്റെ ലോർഡ് കമാൻഡറാണ്. നമ്മൾ സുഹൃത്തുക്കളല്ല. നമ്മൾ ഒരിക്കലും സുഹൃത്തുക്കളായിരുന്നിട്ടുമില്ല. ഇന്ന് നമ്മൾ സുഹൃത്തുക്കളാകാനും പോകുന്നില്ല. ഇത് സൗഹൃദത്തെക്കുറിച്ചല്ല, ഇത് അതിജീവനത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കും പുറത്തുള്ളതിനുമിടയിൽ 700 അടി ഉയരമുള്ള ഒരു മതിൽ പണിയുന്നതിനെക്കുറിച്ചാണിത്, ജോൺ ഗൗരവത്തോടെ പറഞ്ഞു. ഞങ്ങളെ പുറത്താക്കാനാണ് നിങ്ങൾ ആ മതിൽ പണിതത്, കർസി ദേഷ്യത്തോടെ പറഞ്ഞു. ജോൺ തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ഗ്ലാസ് നിറഞ്ഞ സഞ്ചി കർസിക്ക് നേരെ നീട്ടി. അവൾ സംശയത്തോടെ അത് നോക്കി. ഇതൊരു തന്ത്രമല്ല, ഞങ്ങളോടൊപ്പം ചേരുന്നവർക്കുള്ള ഒരു സമ്മാനമാണിത്, ജോൺ പറഞ്ഞു. കർസി ആ ഗ്ലാസ് എടുത്തുനോക്കി അമ്പരന്നു. അത് സാധാരണ ഗ്ലാസ് ആയിരുന്നില്ല. നൈറ്റ്സ് വാച്ചിലെ ഒരാൾ ഈ കഠാരകളിലൊന്ന് ഉപയോഗിച്ചാണ് ഒരു വോക്കറിനെ കൊന്നത്, ജോൺ വെളിപ്പെടുത്തി. എന്റെ കൂടെ വരൂ, ഞാൻ ഈ ആയുധങ്ങൾ പങ്കുവയ്ക്കാം, ജോൺ പറഞ്ഞു. നിന്റെ കൂടെ എങ്ങോട്ട് വരാൻ? കർസി ചോദിച്ചു. മതിലിന് തെക്കുഭാഗത്ത് നല്ല ഭൂമിയുണ്ട്. നിങ്ങളുടെ ആളുകൾക്ക് അവിടെ കൃഷി ചെയ്യാൻ നൈറ്റ്സ് വാച്ച് ആ തുരങ്കത്തിലൂടെ നിങ്ങളെ അനുവദിക്കും, ജോൺ പറഞ്ഞു. അവിടെ വലിയൊരു നിശബ്ദതയുണ്ടായി. എല്ലാവരും പരസ്പരം നോക്കി. എനിക്ക് മാൻസ് റൈഡറിനെ അറിയാമായിരുന്നു. നൈറ്റ്സ് വാച്ചിനോട് ഒരു യുദ്ധം ചെയ്യാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. തന്റെ ജനങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നൽകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. നിങ്ങൾക്കു വേണ്ടി. ആ പുതിയ ജീവിതം നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, ജോൺ വീണ്ടും പറഞ്ഞു. മാൻസ് എവിടെ? ലൊബോഡ ചോദിച്ചു. അദ്ദേഹം മരിച്ചു, ജോൺ പറഞ്ഞു. എങ്ങനെ? ലൊബോഡ ദേഷ്യത്തോടെ ചോദിച്ചു. വലിയൊരു മൗനത്തിനു ശേഷം ജോൺ പറഞ്ഞു. ഞാനാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് അമ്പെയ്തത്. അത് കേട്ടയുടനെ ആ മുറിയിലുണ്ടായിരുന്ന വൈൽഡ്ലിങ്സ് വലിയ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ആകെ ഒരു ലഹളയുടെ അന്തരീക്ഷമായി. ഈ ലോർഡ് കമാൻഡറിനെ കണ്ണുകളില്ലാതെ കാസിൽ ബ്ലാക്കിലേക്ക് തിരികെ അയക്കണമെന്നാണ് ഞാൻ പറയുന്നത്, തന്റെ മഴ ഉയർത്തിക്കൊണ്ട് ലൊബോഡ അലറി. പെട്ടെന്ന് ടോമുണ്ട് മുന്നോട്ടു വന്നു. നിങ്ങളാരും മാൻസ് മരിക്കുന്നത് കണ്ടിട്ടില്ല. ഞാൻ കണ്ടു. നമ്മുടെ സൈന്യത്തെ തകർത്ത തെക്കുള്ള രാജാവ് സ്റ്റാനിസ് അവനൊരു സന്ദേശം നൽകാൻ അദ്ദേഹത്തെ ജീവനോടെ കത്തിക്കാൻ ആഗ്രഹിച്ചു. ജോൺ സ്നോ ആ കഴിവേറിയുടെ ഉത്തരവുകൾ ധിക്കരിച്ചു. അവന്റെ അമ്പ് ഒരു കാരുണ്യമായിരുന്നു. അവൻ ചെയ്തതിന് വലിയ ധൈര്യം വേണമായിരുന്നു. അതാണ് ഇന്ന് നമുക്കാവശ്യം. തലമുറകളായി നാം പോരടിക്കുന്ന ആളുകളുമായി സമാധാനമുണ്ടാക്കാനുള്ള ധൈര്യം, ടോർമണ്ട് ഉറക്കെ പറഞ്ഞു. ആ മുറിയിലുണ്ടായിരുന്ന പലരുടെയും മുഖത്ത് ചെറിയൊരു സമ്മതം പ്രകടമായി. നീ ഈ മനുഷ്യനുവേണ്ടി ഉറപ്പു നൽകുന്നുണ്ടോ, ടോർമണ്ട്? കർസി ചോദിച്ചു. ഇവൻ ചെറുപ്പമാണ്, പക്ഷെ എങ്ങനെ നയിക്കണമെന്ന് ഇവനറിയാം. ഇവന് ഹാർഡ്ഹോമിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അവന് നമ്മളെ ആവശ്യമുള്ളതുകൊണ്ടാണ് അവൻ വന്നത്. നമുക്ക് അവനെയും ആവശ്യമുണ്ട്, ടോർമണ്ട് പറഞ്ഞു. അവൾ ടോർമണ്ടിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ടോർമണ്ട്. ഇതാണ് വഴിയെന്ന് നീ പറയുകയാണെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്, കർസി സമ്മതിച്ചു. ഇതാണ് വഴി, ടോർമണ്ട് പറഞ്ഞു. ഭീമനായ ജയന്റ് അവനെ നോക്കി പതിയെ പറഞ്ഞു. അവൻ ആ തീരുമാനത്തെ പിന്തുണക്കുകയായിരുന്നു. നിങ്ങൾക്ക് നൽകാനാഗ്രഹിക്കുന്ന ആ പുതിയ ജീവിതം നിങ്ങൾ തന്നെ വെച്ചോളൂ. അവന്റെ കപ്പലുകളിൽ കയറിയാലുടൻ
അവർ നിങ്ങളുടെ കഴുത്തറുത്ത് നിങ്ങളുടെ മൃതദേഹങ്ങൾ ഷിവറിംഗ് സീയുടെ അടിത്തട്ടിലേക്ക് തള്ളും. അവരാണ് നമ്മുടെ ശത്രുക്കൾ. എക്കാലത്തും അവർ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ, ലോബോഡ എല്ലാവരോടുമായി പറഞ്ഞു. വൈൽഡ്ലിങ്സ് പതിയെ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങി ബോട്ടുകൾക്ക് നേരെ നടക്കാൻ തുടങ്ങി. പുറത്തു തീരത്ത് ജോണും ടോർമണ്ടും കർസിയും ചേർന്ന് ബാക്കിയുള്ളവരെ ബോട്ടുകളിലേക്ക് കയറ്റുകയായിരുന്നു. എത്ര പേർ നമ്മുടെ കൂടെയുണ്ട്? ജോൺ ചോദിച്ചു. എനിക്ക് എണ്ണാൻ അത്ര വശമില്ല, ടോർമണ്ട് പറഞ്ഞു. നമ്മൾ ഒരുപാട് പേരെ ഇവിടെ ഉപേക്ഷിക്കുകയാണ്, ജോൺ സങ്കടത്തോടെ പറഞ്ഞു. ഫ്രീ ഫോക്ക് വലിയ പിടിവാശിക്കാരാണ്. അവരെ ഒന്നിപ്പിക്കാൻ മാൻസിന് എത്ര സമയമെടുത്തുവെന്ന് നിനക്കറിയാമോ? 20 വർഷം, ടോർമണ്ട് ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന് അവരെ എനിക്കറിയാവുന്നതിനേക്കാൾ നന്നായി അറിയാമായിരുന്നു, ജോൺ പറഞ്ഞു. അവരുടെ കൈയിലെ ഭക്ഷണം തീർന്നുകൊണ്ടിരിക്കുകയാണ്. വേട്ടയാടാൻ ഒന്നുമില്ല. അവർ വൈകാതെ തന്നെ വഴിക്കുവരും, ടോർമണ്ട് അവനെ ആശ്വസിപ്പിച്ചു. അതേസമയം ആ വലിയ ക്യാബിനുള്ളിൽ ഭീമനായ വുൺ ഒരു ഡ്രാഗൺ ഗ്ലാസ് കഷ്ണം കൈയിലെടുത്ത് വളരെ കൗതുകത്തോടെ നോക്കുകയായിരുന്നു. അപ്പോഴേക്കും പുറത്ത് നായ്ക്കൾ നിർത്താതെ കുരയ്ക്കാൻ തുടങ്ങിയിരുന്നു. പെൺകുട്ടികളെ ബോട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരുന്ന ജോൺ നായ്ക്കളുടെ കുര കേട്ട് പെട്ടെന്ന് തിരിഞ്ഞുനോക്കി. വലിയൊരു മലമുകളിൽ നിന്നും മഞ്ഞുകാറ്റ് ആഞ്ഞുവീശാൻ തുടങ്ങി. അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പേടിയോടെ തിരിഞ്ഞുനോക്കി. എന്തോ വലിയൊരു വിപത്ത് വരുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഗേറ്റ് അടയ്ക്കുക, ലോബോഡ ഉച്ചത്തിൽ അലറി. ദൂരെ നിന്നും കൂടുതൽ ഭയാനകമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഗേറ്റിന് പുറത്തുള്ള വൈൽഡ്ലിങ്സ് ജീവനു വേണ്ടി ആ ഗേറ്റിൽ വന്ന് ഇടിക്കാൻ തുടങ്ങി. ഗേറ്റ് അടയ്ക്കുക, ലോബോഡ വീണ്ടും അലറി. ഗേറ്റ് അടച്ചുറപ്പിക്കാൻ ആളുകൾ വലിയ മരപ്പലകകൾ വെച്ചു. ലോബോഡ തന്റെ മഴുവെച്ച് ഗേറ്റിന്റെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ നിന്നും നേർത്തൊരു നിലവിളി കേട്ടു. പെട്ടെന്ന് തന്നെ ഒരു വൈറ്റ് ആ മതിലിലെ ദ്വാരത്തിനു നേരെ പാഞ്ഞുവന്നു. നിങ്ങളുടെ അമ്പുകൾ തയ്യാറാക്കുക, ലോബോഡ കൽപ്പിച്ചു. ആ മരിച്ചവരുടെ കൂട്ടം ഗേറ്റിൽ മാന്താനും ഇടിക്കാനും തുടങ്ങി. തീരത്ത് വലിയൊരു പരിഭ്രാന്തിയായിരുന്നു. പലരും ബോട്ടിൽ കയറാൻ വേണ്ടി കൊടുന്തണുപ്പുള്ള വെള്ളത്തിലേക്ക് എടുത്തുചാടി. വരിയായി നിൽക്കൂ, ജോൺ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഉള്ളിലെ ക്യാബിനിൽ വൈറ്റ്സ് മുകളിൽ നിന്നും മേൽക്കൂര പൊളിച്ച് താഴേക്ക് ചാടി. തീരത്ത് വീണ്ടും ആളുകൾ തള്ളിക്കയറുകയായിരുന്നു. ജോണും ടോർമണ്ടും കാർസിയും ചേർന്ന് ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. ആ വലിയ പോരാട്ടത്തിനായി അവർ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഗേറ്റിൽ അപ്പോഴേക്കും വൈറ്റ്സ് വലിയൊരു ദ്വാരമുണ്ടാക്കിയിരുന്നു. ഒരു കൂട്ടം വൈറ്റ്സ് ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് പാഞ്ഞുകയറി. പുറത്ത് എത്രമാത്രം വലിയൊരു സൈന്യമാണ് ഉള്ളതെന്ന് അവർക്ക് ഊഹിക്കാൻ പോലുമായില്ല. ജോൺ ഗേറ്റിനടുത്തെത്തി. തന്റെ ലോങ് ക്ലോ ഉപയോഗിച്ച് അവനൊരു വൈറ്റിനെ ഗേറ്റിലേക്ക് ചേർത്ത് കുത്തിനിർത്തി. കാവൽക്കാർ ഗേറ്റിലെ ദ്വാരം ഒരു വണ്ടി വെച്ചടച്ചു. പോരാട്ടം അതിരൂക്ഷമായി. ചോരയും മാംസവും എങ്ങും തെറിച്ചു വീണു. മഞ്ഞു വീഴുന്ന ആ അന്തരീക്ഷത്തിൽ മുകളിലെ മലഞ്ചെരിവിൽ കുതിരപ്പുറത്ത് നിൽക്കുന്ന 4 വൈറ്റ് വോക്കേഴ്സിനെ ജോൺ കണ്ടു. അവന്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. ഡ്രാഗൺ ഗ്ലാസ്, ജോൺ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഭീമനായ വുൺ ക്യാബിന്റെ ഭിത്തി തകർത്ത് പുറത്തുവന്നു. തന്റെ ദേഹത്ത് കടിച്ചു തൂങ്ങിയ വൈറ്റ്സിനെ അവൻ കുടഞ്ഞെറിഞ്ഞു. ചിലതിനെ ചവിട്ടിയരച്ചു. ജോണും ലോബോഡായും തീപിടിച്ച ക്യാബിനുള്ളിലേക്ക് കടന്നു. ക്യാബിനുള്ളിൽ ആകെ പുക കുമിഞ്ഞുകൂടിയിരുന്നു. തീജ്വാലകൾക്കിടയിലൂടെ കയ്യിലൊരു കുന്തവുമായി ഒരു വൈറ്റ് വോക്കർ അവർക്ക് നേരെ നടന്നുവന്നു. മരണത്തിന്റെ തണുപ്പുള്ള രൂപമായിരുന്നു അത്. ലോബോഡ ആ വൈറ്റ് വോക്കറിന് നേരെ നടന്നു. ജോൺ വേഗത്തിൽ ഡ്രാഗൺ ഗ്ലാസ് എടുക്കാൻ പോയി. ലോബോഡ 2 തവണ തന്റെ മഴു വീശിയെങ്കിലും അത് ലക്ഷ്യത്തിൽ കൊണ്ടില്ല. യാതൊരു ദയയുമില്ലാതെ വോക്കർ ആ കുന്തം ലോബോഡയുടെ വയറ്റിലൂടെ കുത്തിയിറക്കി. അവൻ രക്തം തുപ്പി താഴെ വീണു മരിച്ചു. ജോൺ ഗ്ലാസ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും വോക്കർ അവനെ എടുത്തെറിഞ്ഞു. അവന്റെ ലോങ് ക്ലോ ക്യാബിന് പുറത്തേക്ക് തെറിച്ചു വീണു. വോക്കറിന്റെ കുന്തത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും ജോൺ കഷ്ടിച്ചൊഴിഞ്ഞു മാറി. അവിടെ കിടന്ന മറ്റൊരു വാൾ എടുത്തു. അവൻ ആഞ്ഞുവിട്ടിയെങ്കിലും വോക്കർ ആ വാൾ തകർത്തു കളഞ്ഞു. ജോൺ വീണ്ടും താഴെ വീണു. ആ വൈറ്റ് വോക്കർ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു.
ഒരു വലിയ ശബ്ദത്തോടെ ആ വൈറ്റ് വാക്കർ മഞ്ഞുകട്ടകൾ പോലെ തകർന്നുപോയി. മലമുകളിൽ നിന്നും നൈറ്റ് കിങ് അവനെ മാത്രമായി ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ആ പോരാട്ടത്തിനു ശേഷം ക്ഷീണിച്ച് ജോൺ നിലത്തു വീണു. ഡോണിലെ കൊട്ടാരത്തിൽ ചൂടുള്ള കാറ്റ് ജനാലകളിലൂടെ വീശിയടിക്കുന്നുണ്ടായിരുന്നു. വളരെ ശാന്തവും എന്നാൽ അപകടം നിറഞ്ഞതുമായ ഒരു അന്തരീക്ഷം. ഏരിയോയുടെ കാവലിൽ ജൈമയെ ഡോറനിന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു. മേശയ്ക്കു ചുറ്റും ഡോറൻ, മൈർസെല്ല, ട്രൈസ്റ്റേൻ, എല്ലാരിയ എന്നിവർ ഇരിപ്പുണ്ടായിരുന്നു. ജൈമെ തന്റെ അനന്തരവളായ മൈർസെല്ലയോട് സംസാരിച്ചു. ഡോണിലെ കാലാവസ്ഥ തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. തങ്ങളുടെ അതിഥിയെ ബലമായി തട്ടിക്കൊണ്ടുപോകാൻ രഹസ്യമായി എത്തിയതിനെക്കുറിച്ച് ഡോറൻ വളരെ ശാന്തമായി ചോദിച്ചു. തങ്ങൾക്ക് ലഭിച്ച ഒരു ഭീഷണി സന്ദേശത്തെക്കുറിച്ചും ഒരു പാമ്പിന്റെ വായിൽ മൈർസെല്ലയുടെ മാല കൊടുത്തയച്ചതിനെക്കുറിച്ചും ജൈമെ പറഞ്ഞു. ഇത് കേട്ട് മൈർസെല്ല അമ്പരപ്പോടെ തന്റെ മുറിയിൽ നിന്നും മാല മോഷണം പോയ കാര്യം പറഞ്ഞു. ഡോറൻ സംശയത്തോടെ ഇലാരിയയെ നോക്കി. തങ്ങൾക്ക് യുദ്ധം ആവശ്യമില്ലെന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും ഡോറൻ വ്യക്തമാക്കി. ഇലാരിയ ദേഷ്യത്തോടെ തന്റെ ഗ്ലാസിലെ മദ്യം നിലത്തേക്കൊഴിച്ചു. മൈർസെല്ലയെ തിരികെ കൊണ്ടുപോകണമെന്ന രാജാവിന്റെ കൽപ്പന താൻ അനുസരിക്കുന്നുവെന്നും അവളോടൊപ്പം തന്റെ മകൻ ട്രൈസ്റ്റൈനും വരുമെന്നും ഡോറൻ അറിയിച്ചു. അതോടൊപ്പം മരിച്ചുപോയ ഒബറിനു പകരം ട്രൈസ്റ്റൈനെ രാജാവിന്റെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥയും അദ്ദേഹം മുന്നോട്ടുവച്ചു. ജൈമെ അത് അംഗീകരിച്ചു. ഒരു രാജാവിനെ കൊന്നവന്റെ വാക്കിന് എന്ത് വിലയാണുള്ളതെന്ന് ഇല്ലാരിയ പരിഹസിച്ചു. ദേഷ്യത്തോടെ പുറത്തേക്ക് പോകാൻ ശ്രമിച്ച ഇല്ലാരിയയുടെ കൈകളിൽ ഡോറൻ ഇറുകെ പിടിച്ചു. ഇനി ഒരിക്കൽ കൂടി ഇത്തരത്തിൽ സംസാരിച്ചാൽ അവളുടെ ജീവൻ ബാക്കിയുണ്ടാകില്ലെന്ന് അയാൾ കർശനമായി താക്കീത് നൽകി. ബ്രോണിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തതെന്ന് ജൈമെ ചോദിച്ചു. രാജകുമാരനെ ആക്രമിച്ച ഒരാൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് ഡോറൻ തിരിച്ചു ചോദിച്ചു. തെറ്റ് തന്റേതാണെന്നും താനാണ് ശിക്ഷിക്കപ്പെടേണ്ടതെന്നും ജൈമെ പറഞ്ഞു. എന്നാൽ ഭാവിയിൽ ഭരിക്കേണ്ടവനായ ട്രിസ്താനെ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്ന് ഡോറൻ പറഞ്ഞു. തന്റെ പിതാവിൽ നിന്നും താൻ കരുണയാണ് പഠിച്ചതെന്നും അതിനാൽ ബ്രോണിനെ സ്വതന്ത്രനാക്കാമെന്നും ഒരു നിബന്ധനയോടെ ട്രൈസ്റ്റൈൻ സമ്മതിച്ചു. ഡോർണിലെ ചൂടുള്ളതും ഇരുണ്ടതുമായ ജയിലറയിൽ ബ്രോൺ തളർന്നു കിടക്കുകയായിരുന്നു. പെട്ടെന്ന് കാവൽക്കാർ വന്ന് ബ്രോണിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. താൻ സന്തോഷത്തിലേക്കാണോ പോകുന്നതെന്ന് ബ്രോൺ ചോദിച്ചു. ആരാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെന്ന് ടേനെ വിളിച്ചു ചോദിച്ചപ്പോൾ അത് നീയാണെന്ന് ബ്രോൺ മറുപടി പറഞ്ഞു. കൊട്ടാരത്തിലെ മുറിയിലേക്ക് ബ്രോണിനെ ഏരിയോ കൊണ്ടുവന്നു. ജൈമയും ഡോറനും അവിടെയുണ്ടായിരുന്നു. ട്രിസ്റ്റൈൻ അവനോട് ക്ഷമിക്കാൻ തീരുമാനിച്ചുവെന്നും അവനെ സ്വതന്ത്രനാക്കുകയാണെന്നും ജൈമെ അറിയിച്ചു. എന്നാൽ അതിനൊരു നിബന്ധനയുണ്ടായിരുന്നു. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ഏരിയോ തന്റെ കൈമുട്ടുപയോഗിച്ച് ബ്രോണിന്റെ മുഖത്ത് അതിശക്തമായി ഇടിച്ചു. ബ്രോൺ രക്തം തുപ്പിക്കൊണ്ട് നിലത്തേക്ക് വീണു. ഇനിയൽപ്പം സൂപ്പ് കുടിക്കാമെന്ന് ഡോറൻ പരിഹാസത്തോടെ ചോദിച്ചു. ബ്രാവോസിലെ തിരക്കേറിയ തെരുവുകളിൽ ഉപ്പുവെള്ളത്തിന്റെയും കടൽ മത്സ്യങ്ങളുടെയും ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. ആര്യ തന്റെ ചെറിയ വണ്ടി ഉന്തിക്കൊണ്ട് മുരിങ്ങക്കായ്ക്കും ചിപ്പികൾക്കുമായി ഉറക്കെ വിളിച്ചു പറഞ്ഞു നടക്കുകയായിരുന്നു. ചിലർ അവളെ പരിഹസിച്ചുകൊണ്ട് കടന്നുപോയി. പെട്ടെന്നാണ് തുറമുഖത്ത് വന്നിറങ്ങിയ ആ പുതിയ ആളുകളെ അവൾ ശ്രദ്ധിച്ചത്. അവളുടെ കണ്ണുകൾ വിടർന്നു. ഹൃദയമിടിപ്പ് വേഗത്തിലായി. അയൺ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ ലോർഡ് ടൈറലിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു. എന്നാൽ അവളുടെ നോട്ടം മുഴുവൻ അയാളോടൊപ്പമുണ്ടായിരുന്ന ആ വലിയ മനുഷ്യനിലായിരുന്നു. മെറിൻ ട്രാൻഡ്. തന്റെ മരണപ്പട്ടികയിലുള്ള താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുകളിലൊരാൾ. അവൾ തന്റെ വണ്ടിയുമായി പതുക്കെ അവരുടെ പുറകെ നടക്കാൻ തുടങ്ങി. അയൺ ബാങ്കിന്റെ വലിയ കൽപ്പടവുകൾക്ക് മുന്നിൽ നിന്ന് മേസ് ടൈറൽ പലിശയെക്കുറിച്ചും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും വലിയ വായിൽ സംസാരിക്കുകയായിരുന്നു. അഹങ്കാരത്തോടെ സംസാരിക്കുന്ന അയാളുടെ വാക്കുകൾക്ക് ബാങ്കർ വളരെ തണുത്ത മറുപടികളാണ് നൽകിയത്. ഇതിനിടയിൽ മെറിൻ ട്രാൻഡ് ചുറ്റും നോക്കിയപ്പോൾ ദൂരെ നിൽക്കുന്ന ആര്യയെ ഒരു നിമിഷം ശ്രദ്ധിച്ചു. അവൾ വളരെ വേഗത്തിൽ തന്റെ നോട്ടം മാറ്റി. മെറിൻ ട്രാൻഡ് തന്റെ ഭടന്മാരുമായി ഒരു വേശ്യാലയത്തിലേക്ക് നടന്നു. നഗരത്തിലെ ഏറ്റവും മികച്ച സ്ത്രീകളെ ലഭിക്കുന്ന ഇടമാണിതെന്ന് അയാൾ പറഞ്ഞു. ആര്യ തന്റെ വണ്ടിയുമായി വേശ്യാലയത്തിന്റെ വാതിൽക്കലെത്തി അവരെ നിരീക്ഷിച്ചു. അവൾ പതുക്കെ ആ ഇരുണ്ട മുറികളിലേക്ക് കടന്നു. അവിടെയുള്ള നടത്തിപ്പുകാരൻ അവളെ തടഞ്ഞുവെങ്കിലും ഒരു സ്ത്രീ അവളിൽ നിന്നും ചിപ്പികൾ വാങ്ങാൻ തയ്യാറായി. നാണയങ്ങൾ വാങ്ങുന്നതിനിടയിൽ ട്രാൻഡിന്റെ ആളുകൾ ഒരു പ്രത്യേക മുറിയിലേക്ക് പോകുന്നത് അവൾ കൃത്യമായി കണ്ടു. ആ മുറിയുടെ വാതിലിനരികിലെത്തിയ അവൾ ഒരു ചെറിയ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. അവിടെ മെറിൻ ട്രാൻഡ് വളരെ ക്രൂരമായ ഒരു വിനോദത്തിലായിരുന്നു. ഓരോ സ്ത്രീകളെയും അയാൾക്ക് മുൻപിൽ കൊണ്ടുവരുമ്പോഴും പ്രായം കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവരെ ഒഴിവാക്കി. ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവർക്കും അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലായി. പെട്ടെന്ന് ഒരു ഭടൻ ആര്യയെ കണ്ടുപിടിച്ച് അവളെ ബലമായി മുറിയിലേക്ക് വലിച്ചിഴച്ചു. ഭയന്ന മുഖത്തോടെ അവൾ അവിടെ നിന്നു. ഒടുവിൽ ഒരു ചെറിയ പെൺകുട്ടിയെ അയാൾക്ക് മുൻപിൽ കൊണ്ടുവന്നപ്പോൾ അയാൾക്ക് സന്തോഷമായി. അടുത്ത ദിവസം തനിക്ക് പുതിയൊരു കുട്ടിയെ വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ആര്യ ആ കാഴ്ചകൾ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ പുറത്തിറങ്ങി. ഡോർണിലെ കൊട്ടാരത്തിൽ ഡോറന്റെ മുൻപിൽ ഇലാരിയ മുട്ടുകുത്തി നിന്നു. ഒന്നുകിൽ തന്നോട് കൂറുപുലർത്തുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഡോറൻ കർശനമായി പറഞ്ഞു. കരഞ്ഞുകൊണ്ട് അവൾ അയാളുടെ മോതിരത്തിൽ ചുംബിച്ചു. സമാധാനത്തിന്റെ ഒരു പുതിയ വഴി അവിടെ തുറക്കപ്പെടുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ
കത്തെഴുതിക്കൊണ്ടിരുന്ന ജെയ്മയുടെ അടുത്തേക്ക് അവൾ വന്നു. മൈർസെല്ലയെ കൊണ്ടുപോകുന്നതിൽ രാജ്ഞിക്ക് സന്തോഷമായിരിക്കുമെന്ന് അവൾ പറഞ്ഞു. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ താൻ ദ്രോഹിക്കില്ലെന്ന ഒരു സൂചന നൽകി അവൾ അവിടെ നിന്നും നടന്നുപോയി. മരവിപ്പിക്കുന്ന തണുപ്പുള്ള ആ രാത്രിയിൽ ഷിറീനിന്റെ കൂടാരത്തിലേക്ക് സ്റ്റാനിസ് കടന്നുവന്നു. അവൾ വായിച്ചുകൊണ്ടിരുന്ന ആ പുസ്തകത്തിലെ കഥകളെക്കുറിച്ച് അയാൾ ചോദിച്ചു. അധികാരത്തിനുവേണ്ടി സഹോദരങ്ങൾ തമ്മിൽ നടത്തിയ യുദ്ധവും ആ യുദ്ധത്തിൽ ആയിരങ്ങൾ മരിച്ചു വീണതും ഡ്രാഗണുകൾ തമ്മിൽ ഏറ്റുമുട്ടിയതുമൊക്കെ അവൾ വിവരിച്ചു. ചില സമയങ്ങളിൽ ഒരു മനുഷ്യന് തന്റെ ലക്ഷ്യത്തിലേക്കെത്താൻ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടിവരുമെന്ന് അയാൾ വേദനയോടെ പറഞ്ഞു. തനിക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അച്ഛനെ സഹായിക്കാൻ താൻ തയ്യാറാണെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ അയാൾ അവളെ കെട്ടിപ്പിടിച്ചു. തന്നോട് ക്ഷമിക്കണമെന്ന് മന്ത്രിച്ചു. പ്രഭാതത്തിൽ മഞ്ഞുമൂടിയ ആ പാളയത്തിന് നടുവിൽ വലിയൊരു ചിത ഒരുക്കിയിരുന്നു. കയ്യിൽ ആ തടിപ്പാവയുമായി കാവൽക്കാരുടെ കൂടെ പുറത്തേക്ക് വന്ന ഷിറീൻ തന്റെ അച്ഛനെ തിരഞ്ഞു. പെട്ടെന്ന് കാവൽക്കാർ അവളെ ബലമായി പിടിച്ച് ആ ചിതയിലേക്ക് കെട്ടിയിട്ടു. ഭയന്നു വിറച്ച അവൾ തന്റെ അച്ഛനെയും അമ്മയെയും ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞു. ദൂരെ മാറി നിൽക്കുന്ന സ്റ്റാനിസിന്റെ മുഖത്ത് യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സെലിസിന്റെ ഉള്ളിലെ അമ്മ ഉണരുകയായിരുന്നു. ചിതയ്ക്ക് തീ കൊളുത്തി. ആ വലിയ തീജ്വാലകൾ ആ ചെറിയ പെൺകുട്ടിയെ പൂർണ്ണമായും വിഴുങ്ങി. മീരീനിലെ വലിയ പോരാട്ടവേദിയിൽ ചുട്ടുപൊള്ളുന്ന വെയിൽ വീണുകിടന്നിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ആർത്തുവിളിക്കുന്ന ആ വേദിയിൽ ഡേനറീസ് തന്റെ സിംഹാസനത്തിലിരുന്നു. അവളുടെ അരികിലായി മിസാൻഡെയും ഡാരിയോയും ഉണ്ടായിരുന്നു. മരണക്കളിയോട് അവൾക്ക് കടുത്ത വെറുപ്പായിരുന്നു. എന്നാൽ ആൾക്കൂട്ടത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ പോരാട്ടം തുടങ്ങി. വലിയവനും ചെറിയവനും തമ്മിലുള്ള പോരാട്ടം. ക്രൂരതയെയും മരണത്തെയും കുറിച്ച് ടിരിയനും ഹിസ്ദാറും തമ്മിൽ അവിടെ വലിയൊരു തർക്കം നടന്നു. മഹത്തായ കാര്യങ്ങൾ നേടാൻ രക്തച്ചൊരിച്ചിൽ ആവശ്യമാണെന്ന് ഹിസ്ദാർ വാദിച്ചപ്പോൾ മരണത്തിൽ എന്ത് മഹത്വമാണുള്ളതെന്ന് ടിരിയൻ ചോദിച്ചു. പെട്ടെന്നാണ് അടുത്ത പോരാളിയായി ജോറ ആ വേദിയിലേക്ക് വന്നത്. അവനെ കണ്ടപ്പോൾ ഡേനറിസിന്റെ ഹൃദയം ഒന്നുനിന്നു. സ്നേഹവും വേദനയും നിറഞ്ഞ കണ്ണുകളോടെ അവർ പരസ്പരം നോക്കി. പോരാട്ടം അതികഠിനമായിരുന്നു. പലതവണ മരണത്തിന്റെ വക്കിലെത്തിയെങ്കിലും തന്റെ രാജ്ഞിക്ക് വേണ്ടി അവൻ പോരാടി വിജയിച്ചു. എന്നാൽ വിജയിച്ച ഉടനെ നിലത്തുകിടന്ന ഒരു കുന്തമെടുത്ത് അവൻ ഡേനറിസിന്റെ നേർക്കെറിഞ്ഞു. എന്നാൽ ആ കുന്തം ചെന്നുതറച്ചത് അവൾക്ക് പുറകിൽ ഒളിച്ചു നിന്നിരുന്ന ഒരു സൺസ് ഓഫ് ദ ഹാർപ്പിയുടെ നെഞ്ചിലായിരുന്നു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്നും സ്വർണ്ണമുഖംമൂടി ധരിച്ച നൂറുകണക്കിന് ആളുകൾ വാളുകളുമായി എഴുന്നേറ്റു. ചുറ്റും കൂട്ടക്കുരുതി തുടങ്ങി. നിരായുധരായ ആളുകളെ അവർ വെട്ടിവീഴ്ത്തി. ഡാരിയോയും അൺസലീഡ് ഭടന്മാരും ഡെനറീസിനു ചുറ്റും ഒരു സംരക്ഷണ വലയം തീർത്തു. എങ്ങോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥ. ഡെനറീസ് തന്റെ കണ്ണുകൾ ഇറുകെ അടച്ചു. മരണം കാത്തുനിന്നു. പെട്ടെന്ന് ആകാശത്തെ നടുക്കിക്കൊണ്ട് ഭയാനകമായ ഒരു ഗർജനം കേട്ടു. മേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഡ്രാഗൺ അവിടെ പറന്നിറങ്ങി. അവന്റെ വായിൽ നിന്നും പുറത്തുവന്ന വലിയ തീജ്വാലകളിൽ ശത്രുക്കൾ വെന്തുവെണ്ണീറായി. അവന് നേരെ ശത്രുക്കൾ കുന്തങ്ങൾ എറിഞ്ഞെങ്കിലും അവൻ പോരാട്ടം തുടർന്നു. കുന്തങ്ങൾ തറച്ച് വേദന കൊണ്ട് പുളഞ്ഞ അവനരികിലേക്ക് ഡേനറിസ് പതുക്കെ നടന്നു ചെന്നു. അവളുടെ സ്പർശനത്തിൽ അവൻ ശാന്തനായി. പതുക്കെ അവന്റെ പുറത്തു കയറിയ അവൾ വലത് എന്ന് കൽപ്പിച്ചതും വലിയ ചിറകുകൾ വീശി ഡ്രാഗൺ ആകാശത്തേക്ക് ഉയർന്നു പറന്നു. ടോർമണ്ടും കർസിയും പോരാട്ടം തുടരുകയായിരുന്നു. കർസി പെട്ടെന്ന് മുകളിലേക്ക് നോക്കി. നീല കണ്ണുകളുള്ള ഒരു കൂട്ടം കുട്ടികളായ വൈറ്റ്സ് അവളെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് അവർ അവളുടെ നേർക്ക് പാഞ്ഞെടുത്തു. അവൾക്ക് അവരെ ആക്രമിക്കാൻ തോന്നിയില്ല. അവർ അവളെ ജീവനോടെ കടിച്ചു ചീന്തി. അവൾ വേദനയോടെ നിലവിളിച്ചുകൊണ്ട് മരിച്ചു വീണു. ജോൺ മഞ്ഞിലൂടെ ചോര തുപ്പിക്കൊണ്ട് ഇഴയുകയായിരുന്നു. ഒരാൾ അവനെ പിടിച്ചുവലിച്ചു. ജോൺ ഉടനെ ലോങ് ക്ലോ അവന്റെ കഴുത്തിലേക്ക് വെച്ചു. അത് എഡായിരുന്നു. "നമ്മളിവിടെ കിടന്നു മരിക്കും.
എഡ് നിരാശയോടെ പറഞ്ഞു. മലമുകളിൽ നിന്നും വല്ലാത്തൊരു അലർച്ച കേട്ടു. നൂറുകണക്കിന് വൈറ്റ്സ് മലമുകളിൽ നിന്നും താഴേക്ക് ചാടി. വീണയുടനെ അവർ ചത്തതുപോലെ കിടന്നെങ്കിലും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവർക്ക് നേരെ പാഞ്ഞെടുത്തു. ടോർമെന്റ് ഗേറ്റ് താങ്ങി നിർത്താൻ പാടുപെടുകയായിരുന്നു. ഗേറ്റ് തകർന്നു വീഴാൻ തുടങ്ങി. ഭീമനായ വുൺ കത്തുന്ന ഒരു വലിയ മരത്തടിയുമായി അലറിക്കൊണ്ടുവന്ന് അവർക്ക് വഴിയൊരുക്കി. നൈറ്റ്സ് കിങ് ഇതെല്ലാം നിശബ്ദനായി നോക്കി നിൽക്കുകയായിരുന്നു. തീരത്തെത്തിയ ജോണും ടോർമണ്ടും എഡും ആ ചെറിയ ബോട്ടിലേക്ക് ചാടിക്കയറി. വുൺ കടലിലേക്ക് വാ, ടോർമണ്ട് അലറി. അവൻ പതിയെ ബോട്ടിന് നേർക്ക് നടന്നു. ദേഹത്ത് കയറിയവരെ പറിച്ച് കടലിലേക്കെറിഞ്ഞു. ജോൺ തിരിഞ്ഞു നോക്കിയപ്പോൾ തീരത്ത് അവശേഷിച്ച മുഴുവൻ വൈൽഡിങ്സിനെയും ആ വൈറ്റ്സും വൈറ്റ് വോക്കേഴ്സും ചേർന്ന് കൊന്നൊടുക്കുന്നത് കണ്ടു. പതിയെ ഒരു രൂപം ആ ഡോക്കിന്റെ അറ്റത്തേക്ക് നടന്നുവന്നു. അത് നൈറ്റ്സ് കിങ് ആയിരുന്നു. അവൻ ജോണിനെ തന്നെ നോക്കി നിന്നു. ജോൺ അവനെയും. നൈറ്റ്സ് കിങ് തീരത്തെ ആ കൂട്ടക്കുരുതിയിലേക്ക് ഒന്നു നോക്കി. അവൻ പതിയെ തന്റെ കൈകൾ മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. ചുറ്റും കിടന്ന വൈൽഡ്ലിങ്സ് എല്ലാം പെട്ടെന്ന് അനങ്ങാൻ തുടങ്ങി. അവർ കണ്ണുകൾ തുറന്നു. അവരുടെ കണ്ണുകൾക്ക് തിളങ്ങുന്ന നീല നിറമായിരുന്നു. മരിച്ച കർസിയും നീല കണ്ണുകളുമായി ഉയർത്തെഴുന്നേറ്റു. അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് മരിച്ചവരുടെ ആ വലിയ സൈന്യത്തിന്റെ ഭാഗമായി ജോണിനെ നോക്കി നിന്നു. ബോട്ട് പതിയെ ദൂരേക്കകന്നു പോകുമ്പോൾ ആ ഭയാനകമായ കാഴ്ച നോക്കി നിൽക്കാൻ മാത്രമേ ജോണിന് കഴിഞ്ഞുള്ളൂ. വല്ലാത്തൊരു നിശബ്ദതയോടെ ആ ഇതിഹാസ പോരാട്ടം അവിടെ അവസാനിച്ചു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.